ഒരു വമ്പൻ നീക്കം റഷ്യയും ഇറാനും ഇന്ത്യയും ചേർന്ന് നടത്തുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പാശ്ചാത്യ ഉപരോധങ്ങൾ തകർക്കാൻ കഴിയുന്ന ഒരു റെയിൽവേ ലൈൻ റഷ്യയും ഇറാനും തമ്മിൽ ഇന്ത്യയുമായി കണക്ട് ചെയ്ത് നിർമ്മിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പാശ്ചാത്യ ലോകത്താൽ ഉപരോധിക്കപ്പെട്ടതും വളഞ്ഞതും ഒറ്റപ്പെട്ടതും ആയ രാജ്യങ്ങളായിട്ടുള്ള ഇറാനും റഷ്യയും വാഷിങ്ടണിനെ ഉപരോധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള നീക്കമാണ് നടത്തുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് ആഗോള വ്യാപാരത്തെ എന്നേക്കുമായി പുനർനിർമ്മിക്കാൻ കഴിയുന്ന 162 കിലോമീറ്റർ നീളമുള്ള റെയിൽവേ ലൈനാണ് ഇവർ നിർമ്മിക്കുന്നത്. റാഷ്ത് മുതൽ അസ്താദ് വരെയുള്ള റെയിൽവേ വെറും ഉരുക്ക് കോൺക്രീറ്റുകൾ മാത്രമല്ല, വ്യാപാര ചെലവ് 30% കുറയ്ക്കുന്നതിനും ഷിപ്പിംഗ് സമയം 37 ദിവസത്തിൽ നിന്ന് വെറും 19 കുറയ്ക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന 7200 കിലോമീറ്റർ ശൃംഖലയായിട്ടുള്ള ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോറിലെ INSTC കാണാതായ കണ്ണിയാണിത്. പരമ്പരാഗത സൂയസ് കനാൽ റൂട്ടിൻ്റെ പകുതി സമയം മാത്രം മതി ഈ റെയിൽവേ പാതയിലൂടെ വ്യാപാരം നടത്താൻ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തിയ 2 സമ്പദ് വ്യവസ്ഥകൾക്ക് ഇത് വിമോചനമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ കുറഞ്ഞ ഒന്നും ഇതിനെ നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ഏകദേശം 1.6 ബില്യൺ യൂറോ ചെലവിൽ മോസ്കോയാണ് പ്രധാനമായും ഇതിന് ഫണ്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ധനസഹായം നൽകുന്നത്. 2025 ജനുവരിയിൽ ഒപ്പുവെച്ച 20 വർഷത്തെ സമഗ്ര തന്ത്രപ്രധാനമായിട്ടുള്ള പങ്കാളിത്ത ഉടമ്പടിയുടെ ഭാഗമായി റഷ്യൻ എഞ്ചിനീയർമാരാണ് ഈ പദ്ധതി ടേക്ക് ഓവർ ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ ലഭിക്കുന്നു. ഇത് വെറും സഹകരണമല്ല, നിർമ്മാണങ്ങളിലുള്ള ഏറ്റുമുട്ടലാണ് എന്ന് തന്നെ നമുക്ക് ഒരു ജോഗ്രഫിക്കൽ എലമെന്റ് വെച്ച് പറയേണ്ടി വരും. ഈ ഇടനാഴി ഇരു രാഷ്ട്രങ്ങളെയും ഒരു സമാന്തര സാമ്പത്തിക ക്രമത്തിൽ നിർണായക പങ്കാളികളാക്കി മാറ്റുന്നു. പൂർത്തിയാകുമ്പോൾ ഈ പ്രതിവർഷം 20 ദശലക്ഷം ടൺ വരെ ചരക്ക് കൊണ്ടുപോകും. പാശ്ചാത്യ നാവിക ശക്തികൾക്ക് പൂർണ്ണമായും സ്പർശിക്കാത്ത റൂട്ടുകളിലൂടെ എണ്ണ, വാതകം, ഉരുക്ക്, ഭക്ഷണം, യന്ത്രങ്ങൾ എന്നിവ നീക്കും. സൂയസ് കനാൽ അല്ലെങ്കിൽ മലാക്ക കടലിടുക്ക് പോലുള്ള സമുദ്ര ചെക്ക് പോയിന്റുകൾ പോലെയല്ല ഈ കര പാലം അമേരിക്കൻ കപ്പലുകൾക്ക് ഉപരോധിക്കാനോ യൂറോപ്യൻ ബാങ്കുകൾക്ക് മരവിപ്പിക്കാനോ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെ ചൈനയും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു റിപ്പോർട്ടാണ്. ബീജിംഗിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് INSTCയുമായി പൂർണ്ണമായും യോജിക്കുന്നു. ഇത് ദക്ഷിണ ചൈന കടലിൽ നിന്ന് ബാൾട്ടിക് വരെ സുഗമമായ ഒരു വ്യാപാര ശൃംഖല സൃഷ്ടിക്കുന്നു. ബ്രിക്സ്, ഷാങ്ഹായ് സഹകരണ സംഘടന തുടങ്ങിയ വേദികളുമായി ചേർന്ന് ഈ വളർന്നു വരുന്ന കൂട്ടായ്മ പാശ്ചാത്യ ഉപരോധങ്ങളെ നിയമവിരുദ്ധമെന്ന് കരുതി നിശബ്ദമായി നിരസിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.